പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ 60,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് നാടിന് സമർപ്പിക്കുന്നത്. സ്വദേശി സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച 37,000 കോടി രൂപയുടെ മൊബൈൽ ടവറുകളുടെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻ ടെലികോം സൈറ്റുകളാകും ഇത്. വിവിധ റെയിൽവേ പ്രോജക്റ്റുകളും പ്രധാനമന്ത്രി ഒഡീഷയിൽ ഇന്ന് പ്രഖ്യാപിക്കും. 8 IITകളുടെ വികസനത്തിനും ഇന്ന് തുടക്കമാകും. കശ്മീർ വിഷയത്തിൽ തുർക്കി പ്രസിഡന്റ് UN പൊതുസഭയിൽ നടത്തിയ പരാമർശത്തിൽ ശക്തമായ എതിർപ്പ് അറിയിച്ച് ഭാരതം. കശ്മീർ വിഷയം ഉഭയകക്ഷി പ്രശ്നം മാത്രമാണെന്നും ഇക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നുമാണ് ഭാരതം അറിയിച്ചത്. കശ്മീർ വിഷയം UN ധാരണകളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്നാണ് തയ്യിബ് എൻഡോർഗിന്റെ ആവശ്യം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദുർഗലക്ഷ്മി, ഇന്നലെയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് തയ്യിബ് എർഡോഗൻ UN പൊതുസഭയിൽ പ്രസംഗിച്ചത്. ഈ പ്രസംഗത്തിൽ പല വിഷയങ്ങളും പരാമർശിക്കുന്ന കൂട്ടത്തിൽ ഭാരതത്തെ പ്രത്യേകം പരാമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലാണ് ഇത്തരത്തിൽ കശ്മീർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്ന ഭാരതത്തിന്റെ നിലപാടിനെ എതിർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് എർഡോഗന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കാര്യത്തിൽ UN ഇടപെടൽ ഉണ്ടാകണം എന്ന ഒരു പരോക്ഷമായ സൂചന, UN ധാരണകളുടെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കണമെന്ന പരോക്ഷമായ ഒരു സൂചനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര വിദഗ്ധരെല്ലാം ഇത് സംബന്ധിച്ച് ഭാരതത്തിന്റെ നിലപാടിന് വിപരീതമായ ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രൺധീർ ജയ്സ്വാളിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് അറിയിക്കുകയും ചെയ്തത്. അത്തരമൊരു വിഷയം, അതായത് കശ്മീരുമായുള്ള വിഷയം ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി പ്രശ്നം മാത്രമാണ്. ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന പരമ്പരാഗത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് സ്വീകാര്യമല്ല, അൺഅക്സെപ്റ്റബിൾ എന്ന കൃത്യമായ വാക്ക് തന്നെയാണ് രൺധീർ ജയ്സ്വാൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് തുറന്നടിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ടർക്കിയുടെ ഭാരതത്തിന്റെ അംബാസിഡറുമായി വിഷയം കൈകാര്യം ചെയ്തതായും അംബാസിഡറെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചതായും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ നടത്തുകയും അത് പാകിസ്ഥാൻ അനുകൂല നിലപാടുകളായി മാറുകയും ചെയ്യുമ്പോൾ ശക്തമായ പ്രതികരണം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ടർക്കിഷ് പ്രസിഡന്റിന്റെ നിലപാടിനെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ദുർഗ.